നമ്മുടെ ഖുർആൻ പഠന പരമ്പരയുടെ ആദ്യ ഘട്ടം ഇന്നത്തെ ഒരു സൂറത്തോടു കൂടി അവസാനിക്കുകയാണ്. ആദ്യത്തെ ഘട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ്റെ രണ്ട് വിഭാഗങ്ങളാണ്. ഒന്ന് മക്ക സൂറത്തുകളും മദീന സൂറത്തുകളും. മക്ക സൂറത്തുകൾ ഈ സൂറത്തോടു കൂടി അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇനി നമുക്ക് മദീന സൂറത്തുകളാണ് ചർച്ചയ്ക്കെടുക്കാനുള്ളത്. മക്കയിൽ അവതരിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന അവസാനത്തെ സൂറത്ത് ഖുർആനിലെ 83-ാമത്തെ അധ്യായം സൂറത്തുൽ മുത്തഫിഫീനാണ്. 36 വാക്യങ്ങളുള്ള ഒരു ചെറിയ സൂറത്താണ്. ഈ സൂറത്തിലും കാര്യമായിട്ടൊന്നുമില്ല, ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തും ആവർത്തിക്കുന്നത്. എന്തായാലും നമുക്ക് എല്ലാ വാക്യങ്ങളും വായിച്ചു പോകേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഈ സൂറത്ത് ഞാൻ വായിച്ച് വിശദീകരിക്കാം. വൈലുല്ലിൽ മുത്തഫിഫീൻ, ഇങ്ങനെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ആ വാക്കാണ് അധ്യായത്തിൻ്റെ പേരായിട്ട് കൊടുത്തിട്ടുള്ളത്. കമ്മി വരുത്തുന്നവർക്കാണ് വമ്പിച്ച നാശം, ഇതാണ് അതിൻ്റെ അർത്ഥം. ഈ കമ്മി വരുത്തുന്നവർ എന്ന് പറഞ്ഞാൽ അളവിലും തൂക്കത്തിലും കമ്മി വരുത്തുന്ന കള്ളക്കച്ചവടക്കാർ എന്നാണ് അർത്ഥം. അങ്ങനെയുള്ളവർക്ക് വലിയ നാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതായത് അവർ ജനങ്ങളോട് അളന്നു വാങ്ങുമ്പോൾ പൂർത്തിയാക്കി വാങ്ങുകയും അളന്നോ തൂക്കിയോ കൊടുക്കുമ്പോൾ കമ്മി വരുത്തുകയും ചെയ്യും. 4-5 വാക്യങ്ങൾ. തങ്ങൾ മരണാനന്തരം ഗൗരവതരമായ ഒരു ദിവസം എഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ. 6. അതായത് ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് വരുന്ന ദിവസം. ഈ ആയത്തുകൾ, ഇപ്പോൾ ഞാൻ വായിച്ച ആയത്തുകൾ മക്കയിൽ അവതരിച്ചതാണോ മദീനയിൽ അവതരിച്ചതാണോ അതോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് അവതരിച്ചതാണോ എന്ന കാര്യത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക് അഭിപ്രായ ഭിന്നതയും തർക്കവുമുണ്ട്. പ്രബലമായ അഭിപ്രായങ്ങൾ ഇബ്നു അബ്ബാസ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്ന സമയത്ത് അവിടെ ഇതുപോലുള്ള ചില കച്ചവടക്കാരെ കണ്ടു എന്നും അവർ ഇങ്ങനെ കള്ളക്കച്ചവടം നടത്തുന്നതായിട്ട് അനുഭവപ്പെട്ടു എന്നും സാധനങ്ങൾ അങ്ങോട്ട് തൂക്കി വാങ്ങാൻ ഒരു തുലാസും ഇങ്ങോട്ട് തൂക്കി വിൽക്കാൻ മറ്റൊരു കള്ളത്തുലാസും ഉപയോഗിക്കുന്നതായിട്ടാണ് കണ്ടത് എന്നും പിന്നെ ഗാംബ്ലിംഗ് പോലെയുള്ള ചില പരിപാടികൾ കച്ചവടക്കാരവിടെ നടത്തിയിരുന്നു. കുറേ സാധനങ്ങൾ നിരത്തി വെച്ചിട്ട് കല്ല് അതിൻ്റെ മേലേക്ക് ഇടാൻ പറയുക. അങ്ങനെ കല്ലിടുമ്പോൾ ഏത് സാധനത്തിലാണോ കല്ല് ചെന്ന് വീഴുന്നത് ആ സാധനം കൊടുക്കുക. ഇല്ല, എവിടെയും വീണില്ലെങ്കിൽ ഈ പൈസ കച്ചവടക്കാരൻ്റെ കമ്പനിക്ക് പോവുക. ഇങ്ങനെയുള്ള ഗാംബ്ലിങ് പോലെയുള്ള ഏർപ്പാട് നമ്മുടെ നാട്ടിലൊക്കെ ഈ പൂരത്തിനും നേർച്ചയ്ക്കൊക്കെ ഉണ്ടാവും ഇത്തരം ഗാംബ്ലിങ്. അതുപോലത്തെ ഗാംബ്ലിങ് കച്ചവടവും അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് അതിനെതിരായിട്ട് അപ്പം തന്നെ അവതരിപ്പിച്ചതാണ് ഈ ആയത്തുകൾ എന്നൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. അതല്ല, ഇത് മക്കയിൽ തന്നെ നേരത്തെ പറഞ്ഞതാണ് എന്നും പിന്നീട് മദീനയിൽ അത്തരം സംഭവങ്ങൾ കണ്ടപ്പോൾ അവിടെ വെച്ച് ഓതിക്കേൾപ്പിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. പൊതുവേ മക്കയിലെ അധ്യായങ്ങളിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും, സാമൂഹ്യ നിയമങ്ങളും ചട്ടങ്ങളും കർമ്മശാസ്ത്ര ചട്ടങ്ങളും ഒന്നും അങ്ങനെ കൂടുതലായി വന്നിട്ടില്ല. അവിടെ തൗഹീദ് ശിർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മക്കക്കാരുമായിട്ട് ചണ്ട കൂടുന്ന വാക്യങ്ങളാണ് നമ്മൾ ഇതുവരെയുള്ള അധ്യായങ്ങളിലൊക്കെ കണ്ടത്. അതിനപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന്, ഒരു ഗോത്ര ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് ആവശ്യമായ നിയമാവലികളും മറ്റുമൊക്കെ വരുന്നത് മദീനയിലാണ്. അതുകൊണ്ട് ഇത് മദീനയിലാണോ മക്കയിലാണോ പോകുന്ന വഴിയിലാണോ എന്നൊക്കെ പറഞ്ഞുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് നമുക്ക് വിമർശനങ്ങളൊന്നുമില്ല. കച്ചവടത്തിൽ നീതി പാലിക്കുക എന്നുള്ളത് ആ കാലത്തൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ധാർമ്മിക മൂല്യമായി ഏതൊരു ഗോത്ര സമൂഹവും കരുതിയിരുന്നതാണ്. അങ്ങനെയുള്ള വഞ്ചന കാണിക്കുന്നവരെ സമൂഹം എന്നും വെറുത്തിരുന്നു. അപ്പോൾ അവർക്കെതിരായിട്ട് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ ഏത് ഗോത്രത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുഹമ്മദ് എടുത്തിട്ട് അവിടെ ഒരു ദൈവത്തിൻ്റെ പേരിൽ വെളിപാട് ഇറക്കി എന്നതിനപ്പുറത്ത് ഇതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. എന്തായാലും ഇതൊരു മോശം കാര്യമാണ് എന്ന അഭിപ്രായം നമുക്കില്ല. ഇന്നും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇതിൻ്റെയൊക്കെ രീതി മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ നടക്കുന്നത് ഇത്തരം ഗാംബ്ലിങ്ങോ അല്ലെങ്കിൽ ഈ തുലാസ് കള്ളത്തരം ചെയ്തുകൊണ്ടുള്ള കള്ളക്കച്ചവടമൊന്നുമല്ല. മറിച്ച് ഇന്ന് ഗവൺമെൻറ്റിനെ തന്നെ പറ്റിക്കുന്നതിന് വേണ്ടി 2 തരം ലെഡ്ജർ വെച്ച് 2 തരം കണക്ക് പുസ്തകങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് കണക്കിൽപ്പെടാത്ത കച്ചവടവും കണക്കിൽപ്പെടുന്ന കച്ചവടവും ഒക്കെ നടത്തിക്കൊണ്ട് ടാക്സ് വെട്ടിപ്പ് നടത്തുക, ഇതൊക്കെയാണ് ഇന്നത്തെ കച്ചവടക്കാർ ചെയ്യുന്ന വലിയ അനീതികൾ, സമൂഹത്തോട് ചെയ്യുന്ന വലിയ വഞ്ചന. അതിനെക്കുറിച്ചൊന്നും അള്ളാഹിൻ്റെ കിതാബിലൊന്നും കാണില്ല. കാരണം ഈ ടെക്നോളജിയൊക്കെ
ഈ അടുത്ത കാലത്ത് വന്നതാണ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ കിതാബിൽ അന്നത്തെ കച്ചവടത്തിലൊക്കെ ആളുകൾ കാട്ടിയിരുന്ന ചില കള്ളത്തരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ഒരു സത്ത ഉൾക്കൊള്ളുകയാണെങ്കിൽ കച്ചവടത്തിൽ നീതി പാലിക്കുക എന്ന ഒരു ധാർമ്മിക നിർദ്ദേശം ഖുർആനിലൂടെ വന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കുറ്റം പറയേണ്ട ഒരു കാര്യമല്ല, സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. 7-ാമത്തെ വാക്യം, വേണ്ട, നിശ്ചയമായും ദുർമാർഗികളുടെ രേഖ സിജീനിൽ തന്നെയാകുന്നു. അമാ അദ്റാക്ക മാ സിജീൻ, സിജീൻ എന്നാൽ എന്താണെന്ന് താങ്കൾക്ക് അറിവ് നൽകിയത് എന്താണ്? കിതാബും മർക്കൂം, എഴുതപ്പെട്ട ഒരു ഏടാണ് അത്. ദുർമാർഗികളുടെ കർമ്മരേഖ സിജീൻ ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഈ സിജീൻ? എഴുതപ്പെട്ട ഒരു പുസ്തകം. ഇത് ഏത് പുസ്തകത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. തർക്കമില്ലാത്ത കാര്യങ്ങൾ അള്ളാഹിൻ്റെ കിതാബിൽ വളരെ കുറവാണ്. കാരണം അള്ളാഹിൻ്റെ കിതാബിൽ ഒന്നും വ്യക്തമായിട്ട് പറയില്ല. എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം എന്നങ്ങോട്ട് പറഞ്ഞു പോവുകയാണ്. ഈ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 3 ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോൾ 4-ാമത്തെ ഗ്രന്ഥമാണ് ഈ വരുന്നത്, ഈ സിജീൻ എന്ന് പറയുന്ന ഗ്രന്ഥം. ദുർമാർഗികളുടെ പ്രവർത്തനങ്ങളൊക്കെ എഴുതി വച്ചിട്ടുള്ള അവരുടെ കർമ്മ പുസ്തകത്തിൻ്റെ പേരാണ് സിജീൻ. ഈ സിജീനെ കുറിച്ച് പറയുന്നത് ഇത് മലക്കുകൾ തോളിലിരുന്ന് എഴുതുന്ന കിതാബോ അതല്ലെങ്കിൽ ഉമ്മാൻ്റെ ഗർഭത്തിൽ വെച്ച് മലക്ക് നേരത്തെ എഴുതി വെച്ച കിതാബോ അതുമല്ലെങ്കിൽ അള്ളാഹു ആകാശത്തിൻ്റെ മുകളിൽ എഴുതി വെച്ച ലൗഹിൽ മഹ്ഫൂദ് എന്ന വലിയ ബഡാ കിതാബോ ഒന്നുമല്ല. ഇത് 7-ാമത്തെ ഭൂമിയിൽ, 7-ാമത്തെ ഭൂമി പറഞ്ഞാൽ ഭൂമിക്ക് 7 തട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഓരോ തട്ടും തമ്മിൽ 500 കൊല്ലം ഒട്ടകം നടക്കുന്ന വഴിദൂരമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ 7 തട്ടുള്ള ഭൂമിയിലെ ഏറ്റവും അടിയിലുള്ള 7-ാമത്തെ തട്ടിൽ ഒരു പച്ച നിറത്തിലുള്ള ഒരു പാറയിൽ എഴുതി വച്ചിട്ടുള്ള രേഖയാണിത്. ഒരു പച്ചപ്പാറയിൽ എഴുതി വച്ചിട്ടുള്ള രേഖയാണ് സിജീൻ എന്നാണ് ഹദീസുകളുടെ അടിസ്ഥാനത്തിലുള്ള വ്യാഖ്യാനം. അങ്ങനെ ഒരു ഗ്രന്ഥത്തിൽ ഈ ദുർമാർഗം, ഈ ദുഷ്പ്രവൃത്തികൾ ചെയ്ത ആളുകളുടെ കർമ്മങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു വലിയ ദുഷ്പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പരലോകത്ത് അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നും അവർ ഈ കള്ളക്കച്ചവടം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അവിടെ പാതാളത്തിൻ്റെ അടിയിൽ 7-ാം ഭൂമിയിൽ ഒരു പാറപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്നുമാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. 10-11 യൗമിദ്ദീനിൻ്റെ, അതായത് പ്രതിഫല ദിവസത്തിൻ്റെ നിഷേധികൾക്കാണ് അന്ന് വമ്പിച്ച നാശം. അപ്പോൾ അള്ളാഹുവിൻ്റെ വിചാരണ ദിവസവും ശിക്ഷാ ദിവസവും ഒക്കെ ഉണ്ടാകുമെന്ന് പറയുന്നതിനെ നിഷേധിക്കുന്ന അവിശ്വാസികൾക്കായിരിക്കും അന്ന് വമ്പിച്ച നാശം. 12 എല്ലാ അതിക്രമികളും മഹാപാപികളും അല്ലാതെ അതിനെ നിഷേധിക്കുകയില്ല തന്നെ. ആ പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം പാപികൾ മാത്രമേ ഈ പരലോകത്തിനെയും ഇതുപോലുള്ള ഏർപ്പാടിനെയൊക്കെ നിഷേധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. അതും പാപവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മളൊക്കെ അത് നിഷേധിക്കുന്നത് ഇത് യുക്തിക്ക് നിരക്കാത്ത കഥയായതുകൊണ്ടും ഇതിനകത്ത് തന്നെയുള്ള വൈരുദ്ധ്യങ്ങൾ കാരണവും ഇതിനകത്ത് പാപവും നന്മയുമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആധുനിക മനുഷ്യൻ്റെ മാനവിക മൂല്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്നതുകൊണ്ടും ഇതിൽ പാപമായി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പാപമല്ല എന്നും ഇതിൽ വലിയ നന്മയായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മഹാതിന്മയാണ് എന്നും ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അങ്ങനെ തിരിച്ചറിയാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഉയർന്ന ധാർമ്മിക മൂല്യങ്ങളാണ്. അതുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങളൊന്നും ഇല്ലാത്ത മഹാഭാവികൾ മാത്രമാണ് ഇതിനെയൊക്കെ നിഷേധിക്കുക എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഇതിനെയൊക്കെ നിഷേധിക്കേണ്ടി വരുന്നത് തന്നെ ഇതിൽ പറയുന്നതിനേക്കാൾ ഉയർന്ന ധാർമ്മിക ബോധം നമുക്കൊക്കെ ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ ധാർമ്മിക ബോധവുമായിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾക്ക് പൊരുത്തമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇതൊക്കെ പ്രാകൃത ഗോത്ര മനുഷ്യൻ എഴുതി വെച്ച കള്ളക്കഥകളാണ് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഈ വിഡ്ഢിത്തങ്ങൾ വിശ്വസിക്കാത്തവർക്ക് നരകം കിട്ടും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകം എന്ന് പറയുകയാണെങ്കിൽ അതിലൊരു യുക്തിയുണ്ട്. അതല്ലാതെ പൊട്ടത്തരങ്ങൾ വിശ്വസിച്ചവർക്ക് സ്വർഗവും ഈ വഷളത്തരങ്ങൾ വിശ്വസിക്കാത്തവർക്ക് നരകവും എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. നമ്മുടെ ആയത്തുകൾ അവന് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഇത് പൂർവീകരുടെ പഴങ്കഥകളാണ് എന്നവൻ പറയും. ഇവിടെ വലീദ് ബിൻ മുഗീറയെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നാണ് വ്യാഖ്യാനത്തിലുള്ളത്. ഇത് കുറേ കാലമായിട്ട് ഖുർആനിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. ഖുർആൻ ഒരു പടച്ചോൻ്റെ പുസ്തകമല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്.
അന്ന് മുഹമ്മദിനോട് ഇതൊക്കെ വെറും പൂർവികരുടെ കെട്ടുകഥകളാണ് എന്ന് അന്നത്തെ അറബികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെയും പിന്നെയും ഈ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നു എന്നത് തന്നെ ഈ ഖുർആൻ തലക്ക് വെളിവുള്ള ഒരു പഠിച്ചോൻ എഴുതിയതല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഇത് ഒരു പ്രാവശ്യം പോലും ഇതിൽ ഉദ്ധരിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഇതിങ്ങനെ 900 വട്ടം ഈ പുസ്തകത്തിൽ ഉദ്ധരിച്ചാൽ ഇത് വായിക്കുന്നവർക്ക് തന്നെ ഇത് സത്യമാണെന്ന് തോന്നിപ്പോകും. കാരണം എന്തിനാണ് ഒരു ദൈവത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് അന്നത്തെ ആളുകൾ ഇങ്ങനെ കുറ്റം പറഞ്ഞതിനെ എടുത്തിങ്ങനെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? വാസ്തവത്തിൽ ഈ പറഞ്ഞത് സത്യമാണ് എന്നതിന് ഈ പുസ്തകത്തിൽ തെളിവുണ്ട്. കാരണം പൂർവികരുടെ കെട്ടുകഥകൾ തന്നെയാണ് ഈ പറഞ്ഞത് മുഴുവൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ ആദ്, തമൂദ്, ഫിർഔന്, മൂസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറേബ്യയിലും പരിസരത്തും അതുപോലെ ബൈബിൾ കഥയിലും പറഞ്ഞിട്ടുള്ള പൂർവിക കെട്ടുകഥകൾ മുഹമ്മദ് ഇങ്ങനെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഖുർആനിൽ. അങ്ങനെ ആവർത്തിച്ചപ്പോൾ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു ഇത് പൂർവികരുടെ കെട്ടുകഥയാണ്, ഓനിങ്ങനെ പഴങ്കഥയും പറഞ്ഞ് നടക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവരതാ അങ്ങനെ പറയുന്നു എന്നും പറഞ്ഞിട്ട് പൂർവികരുടെ കെട്ടുകഥ എന്ന് ഈ പുസ്തകത്തിൽ തന്നെ 900 വട്ടം ആവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം എഴുതിയ ആൾക്ക് സാമാന്യമായ വിവരമോ വിവേകമോ ഉണ്ടായിരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഇങ്ങനത്തെ വിഡ്ഢിത്തങ്ങൾ എഴുതി വെക്കുമോ? 14 വേണ്ട, പക്ഷേ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുന്നു. ഈ പറഞ്ഞതിന് വല്ല മറുപടി ഉണ്ടോ അപ്പോൾ ഇതിനകത്ത്? അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികളായിട്ടുള്ള മുഹമ്മദിനെ എതിർത്ത ആളുകൾ അവരവിശ്വസിച്ചു എന്ന കാരണം കൊണ്ടും അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അതായത് മുഹമ്മദിന് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്നവർ പറഞ്ഞതും മുഹമ്മദിൻ്റെ കഥകളൊക്കെ വെറും കെട്ടുകഥകളാണ്, പഴങ്കഥകളാണ് എന്ന് പറഞ്ഞതിനുമൊക്കെ അവരുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ കറുപ്പ് കൂടിക്കൂടി വരുന്നു, കറ പിടിച്ചു വരുന്നു എന്നാണ്. ഇവിടെ കറുപ്പാണ് പറയുന്നത്. കറുപ്പ് അള്ളാഹുവിനും ഭയങ്കരമായിട്ടുള്ള ഒരു പാപത്തിൻ്റെയും തിന്മയുടെയും പ്രതീകമാണ്. മനുഷ്യരുടെ കറുപ്പിനെക്കുറിച്ച് പോലും ആ ഒരു സമീപനമാണ് ഖുർആനിലും മുഹമ്മദിൻ്റെ ഹദീസിലുമൊക്കെ നമ്മൾ കാണുന്നത്. കറുപ്പ് വിരോധം വല്ലാതെ തേട്ടി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇവിടെ പറയുന്നത് ഹൃദയത്തിൽ കറുപ്പുണ്ടാവുന്നതാണ്. ആര്? ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വിശ്വാസികൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ കറ കൂടിക്കൂടി വരും. എന്നിട്ട് ആ കറ വർദ്ധിക്കുന്ന ഇതിനെക്കുറിച്ചുള്ള ഹദീസിൽ പറയുന്നത് ഒരാൾ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ ഒരു കറുത്ത പുള്ളി അയാളുടെ ഹൃദയത്തിൽ അപ്പോൾ അള്ളാഹു കുത്തും. പിന്നെ അയാൾ വീണ്ടും പാപം ചെയ്യുകയാണെങ്കിൽ പിന്നെയും കറുത്ത പുള്ളി കുത്തും. അങ്ങനെ അയാൾ നിരന്തരം പാപം ചെയ്യുകയാണെങ്കിൽ പുള്ളി കുത്തി അയാളുടെ ഹൃദയം അങ്ങോട്ട് കറുപ്പായി മാറും. നേരെ മറിച്ച് ഒരു പാപം ചെയ്ത് ഒരു കറുത്ത പുള്ളി വന്നതിന് ശേഷം ആ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുകയും പശ്ചാത്തപിക്കുകയും ചെയ്താൽ ആ പുള്ളി അങ്ങ് മായ്ച്ചു കളയും. അപ്പോൾ ക്ലീനാവും ഹൃദയം. നേരെ മറിച്ച് പ്രായശ്ചിത്തവും പശ്ചാത്താപമൊന്നും ഇല്ലാതെ വീണ്ടും തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ പുള്ളി ഇങ്ങനെ കൂടി വന്ന അവസാനം ഹൃദയം കറുത്തു പോകും എന്നൊക്കെയാണ്. ഈ ഹൃദയം എന്ന് പറയുന്ന സാധനം തന്നെ എന്താണെന്നുള്ളത് അള്ളാഹ്ക്ക് അറിയില്ല. കാരണം അന്നത്തെ മനുഷ്യരുടെ അന്ധവിശ്വാസം അനുസരിച്ചാണ് കാര്യങ്ങൾ അള്ളാഹുവും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. 15 വേണ്ട, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെടുന്നവർ തന്നെയായിരിക്കും. പരലോകത്ത് ചെല്ലുമ്പോൾ റബ്ബിനെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കൊക്കെ ഉള്ളൊരു വലിയ പ്രശ്നമായിട്ട് മൂപ്പര് പറയുന്നത്. ആർക്കാപ്പോൾ ഈ റബ്ബിനെ കാണേണ്ടത്? 16 അനന്തരം അവർ നരകത്തിൽ പ്രവേശിക്കുന്നവർ തന്നെയാണ് തീർച്ച. 17 പിന്നെ അവരോട് പറയപ്പെടും, നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരുന്നത് ഇതാകുന്നു. നരകത്തെയും സ്വർഗത്തെയും ഒക്കെ നിഷേധിച്ചവരോട് മലക്കുകൾ പറയും, ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ നിഷേധിച്ചിരുന്ന സാധനം എന്താ ഇവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. 18 അത് വേണ്ട, നിശ്ചയമായും പുണ്യവാന്മാരുടെ രേഖ ഇല്ലിയീൻ തന്നെയാകുന്നു. നേരത്തെ ദുഷ്കർമ്മകാരികളുടെ കർമ്മരേഖ എന്നാണ് സിജ്ജീൻ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പരിചയപ്പെടുത്തിയത്. ആ സിജ്ജീൻ കിടക്കുന്നത് 7ാമത്തെ ഭൂമിത്തട്ടിൽ, ഏറ്റവും അടിയിലെ ഭൂമിത്തട്ടിലെ ഒരു പച്ചപ്പാറയിലാണ് ആ സിജ്ജീനൊക്കെ എഴുതി വച്ചിട്ടുള്ളത്. ഇനി ഇവിടെ അതിൻ്റെ നേരെ വിപരീതം സജ്ജനങ്ങളുടെ കർമ്മരേഖ അതെവിടെയാണ്? അതാണ് ഇല്ലിയീൻ. എന്താണ് ഇല്ലിയീൻ? ഇല്ലിയീൻ എന്താണ് എന്നതിന് നബി നൽകിയിട്ടുള്ള വിശദീകരണം തഫ്സീറുകളിൽ പറയുന്നത് 7ാമത്തെ ആകാശത്തിൻ്റെ മുകളിൽ, മറ്റേത് 7ാമത്തെ ഭൂമിയുടെ അടിയിലായിരുന്നെങ്കിൽ ഇത് 7ാമത്തെ ആകാശത്തിൻ്റെ മുകളിൽ ഒരു പച്ചപ്പാറയിൽ എഴുതി വെച്ചിട്ടുള്ള രേഖയാണ് ഇല്ലിയീൻ. അപ്പോൾ സിജ്ജീനും ഇല്ലിയീനും എന്ന് പറഞ്ഞ 2 രേഖകൾ. നേരത്തെ അങ്ങനത്തെ 2 പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞു. 2 പുസ്തകങ്ങൾ മലക്കുകൾ ചെവിയിലിരുന്ന് എഴുതി തയ്യാറാക്കി അവസാനം പരലോകത്ത് ചെല്ലുമ്പോൾ വിചാരണ വേളയിൽ ഇടത്തെ കൈ കൂടെയും വലത്തെ കൈ കൂടെയും കൊടുക്കും എന്ന് പറഞ്ഞ കോമഡി നമ്മൾ കണ്ടു ആ പുസ്തകം. അതുകൂടാതെ മലക്ക്
ഉമ്മാൻ്റെ ഗർഭത്തിൽ വന്നിട്ട് എഴുതി വെക്കുന്ന വേറൊരു പുസ്തകം. അതുകൂടാതെ അള്ളാഹു നേരത്തെ എല്ലാം എഴുതി വെച്ച ഒരു വലിയ ബടാ പുസ്തകം. അങ്ങനെ 3 പുസ്തകങ്ങൾ പുറമേ ഇനി പുസ്തകം വല്ല ചെതല് പിടിച്ച് പോയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പാറപ്പുറത്ത് എഴുതി വെച്ച 2 രേഖകൾ 4ാമത്തെ രേഖയായിട്ടുണ്ട്. അതാണ് സിജ്ജീനും ഇല്ലിയീനും. സിജ്ജീൻ ദുഷ്കർമ്മകാരികളുടെ കർമ്മപുസ്തകം, ഇല്ലിയീൻ സൽക്കർമ്മകാരികളുടെ കർമ്മപുസ്തകം. സൽക്കർമ്മകാരികളുടെ പുസ്തകം എഴുതി വെച്ചിട്ടുള്ളത് പുസ്തകമല്ല, അത് പാറപ്പുറത്ത് എഴുതി വെച്ചിട്ടുള്ളത് 7ാം ആകാശത്തിൻ്റെ മുകളിൽ. ദുഷ്കർമ്മകാരികളുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് 7ാം തട്ടിൻ്റെ ഭൂമിയുടെ പാതാളത്തിൻ്റെ അടിയിൽ 7ാം തട്ടിൽ വെച്ചിട്ടുള്ള ഒരു പച്ചപ്പാറേൻ്റെ മുകളിൽ. ഇങ്ങനെയൊക്കെയാണ് കഥ. കിതാബും മർക്കൂവും എഴുതപ്പെട്ട ഒരു ഏടാണ് അത്. 21 അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവർ അതിൻ്റെ അടുത്ത് സന്നിഹിതരാകുന്നതാണ്. 7ാം ആകാശത്തിൻ്റെ മുകളിൽ ഈ പാറേൻ്റെ അടുത്താണോ ഉദ്ദേശിക്കുന്നത്, അതോ ഇനി അള്ളാഹിൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്താണോ, അതോ സ്വർഗത്തിൻ്റെ അടുത്താണോ എന്നൊന്നും വ്യക്തമല്ല. അതിൻ്റെ അടുത്ത് എന്നാണ് പറയുന്നത്. 22 നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹങ്ങളിൽ തന്നെയാകുന്നു. 23 അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കിക്കാണും. അലങ്കരിച്ച സോഫകളിൽ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. ഇതാണിപ്പോൾ സ്വർഗത്തിൽ ചെന്നാൽ കിട്ടാനുള്ള ഒരു വലിയ കിടുത. 24 അവരുടെ മുഖങ്ങളിൽ സുഖാനുഭൂതിയുടെ തേജസ് നീ കണ്ടറിയും. 25 സീൽ വെക്കപ്പെട്ട ശുദ്ധമായ കള്ളിൽ നിന്ന് അവർക്ക് കുടിക്കാൻ നൽകപ്പെടുന്നതാണ്. നല്ല സ്കോച്ച്, അതിങ്ങനെ ശരിക്ക് സീലൊക്കെ ചെയ്ത് ഉള്ളിലേക്ക് എയറൊന്നും കയറാതെ നന്നായിട്ട് പാക്ക് ചെയ്തൊക്കെ കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുത്തരും. സീൽ വെക്കപ്പെട്ട ശുദ്ധമായ കള്ളിൽ നിന്ന് അവർക്ക് കുടിക്കാൻ നൽകപ്പെടുന്നതാണ്. അതിൻ്റെ സീല് കസ്തൂരിയായിരിക്കും, അല്ലാതെ വെറും സെല്ലോ ടാപ്പ് അങ്ങനെയുള്ള സാധനമൊന്നുമല്ല. കസ്തൂരി കൊണ്ടാണ് സീലടിച്ചിട്ടുണ്ടാവുക. കിടമത്സരം നടത്തുന്നവർ അതിൽ കിടൽ മത്സരം നടത്തിക്കൊള്ളട്ടെ. എന്താണ് ഈ കിടമത്സരം? അത് സ്വർഗത്തിൽ ആൾക്കാർ ഈ സോഫയിലൊക്കെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടമത്സരം നടത്തുന്ന കാര്യമാണോ, അതിന് ഈ കള്ളും കുപ്പി കിട്ടുമ്പോൾ അതിന് പിടിയും വലിയും കൂടുന്ന കാര്യമാണോ? എന്തായാലും ഒരു കിടമത്സരം ഒരു സ്വർഗത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമാണ്. 27 അതിൻ്റെ ചേരുവ തസ്നീമിൽ നിന്നാണ്. ഈ കള്ളിൻ്റെ ചേരുവ തസ്നീം എന്നറിയുന്ന ഒരു സാധനം ഉപയോഗിച്ചാണ്. എന്ന് വെച്ചാൽ ഒരു ഉറവജലം, അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവർ അതിൽ നിന്ന് കുടിക്കുന്നതാണ്. എന്താ ഇപ്പോൾ ഈ ഉറവജലം? അത് മിനറൽ വാട്ടർ. ചിലപ്പോൾ അതിനകത്ത് കാര്യമായ കുഴപ്പമൊന്നുമില്ലാത്ത നല്ല ശുദ്ധമായ മിനറൽ വാട്ടർ ആയിരിക്കും ഇതിലൊഴിക്കാനുള്ളത്. 29 നിശ്ചയമായും കുറ്റം ചെയ്തവർ സത്യവിശ്വാസികളെക്കുറിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു. മക്കക്കാർ മുഹമ്മദിനെയും മുഹമ്മദിൻ്റെ കൂടെ കൂടിയവരെയും കളിയാക്കി ചിരിച്ചിരുന്നു എന്നതിലുള്ള മുഹമ്മദിൻ്റെ വിദ്വേഷവും കലിപ്പുമാണ് ഇവിടെ പ്രകടമാക്കുന്നത്. മുഹമ്മദിനെ കളിയാക്കിയിരുന്ന, മുഹമ്മദിൻ്റെ കൂടെ കൂടിയവരെ കളിയാക്കിയിരുന്ന മക്കക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. അവരിങ്ങനെ കളിയാക്കി ചിരിക്കുമായിരുന്നു. എന്നാൽ അതിന് പകരം എന്താണ് ഇനി നടക്കാൻ പോകുന്നത്? തങ്ങളുടെ അടുത്തുകൂടി സത്യവിശ്വാസികൾ നടന്നു പോകുമ്പോൾ അവർ പരസ്പരം കണ്ണുകൊണ്ട് ഗോഷ്ടി കാട്ടുകയും ചെയ്തിരുന്നു. ചിരിക്കുക മാത്രമല്ല, വിശ്വാസികളെ കാണുമ്പോൾ കണ്ണുകൊണ്ടും കാതുകൊണ്ടൊക്കെ അവർ കണ്ണുകൊണ്ടൊക്കെ ഗോഷ്ടികൾ കാണിച്ചിരുന്നു, കൊഞ്ഞനം കുത്തിയിരുന്നു, ഇങ്ങനെയൊക്കെ കളിയാക്കിയിരുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ മക്കക്കാർ മുഹമ്മദിനോടും കൂടെ ഉണ്ടായിരുന്നവരോട് ചെയ്ത ഏറ്റവും കൊടിയ പീഡനമായിട്ട് പറയുന്നത്. കണ്ണിങ്ങനെ കൂട്ടി, ചിരിച്ചു, തമാശ പറഞ്ഞു, കളിയാക്കി. ഇതൊക്കെയാണ് വലിയ പീഡനം. അതിൻ്റെ അപ്പുറത്തുള്ള പീഡനമൊന്നും എണ്ണി പറയാനില്ല. പക്ഷേ മുഹമ്മദ് അങ്ങോട്ട് കാണിച്ചതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു പീഡനമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. 31 തങ്ങളുടെ ബന്ധുക്കളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ രസിച്ചുകൊണ്ടാണ് അവർ മടങ്ങിച്ചെന്നിരുന്നത്. ഇതൊക്കെയാണ് മക്കക്കാർ മുഹമ്മദിനോടും കൂട്ടരോട് ചെയ്തിരുന്ന വലിയ അപരാധങ്ങൾ. 32 ഇവർ പിഴച്ചവർ തന്നെയാണ് എന്ന് സത്യവിശ്വാസികളെ കാണുമ്പോൾ അവർ പറയുകയും ചെയ്തിരുന്നു. 33 സത്യവിശ്വാസികളുടെ മേൽനോട്ടം വഹിക്കുന്നവരായി അവർ അയക്കപ്പെട്ടിട്ടില്ല. അത് മുഹമ്മദിൻ്റെ ദേഷ്യം സഹിക്കുകയ്യ എന്ന് പറഞ്ഞാണ്. ആരെ പോയി സത്യവിശ്വാസികളെ മേൽനോട്ടം നടത്താനും ഓല ചെറ്റും ശരിയും തിരിച്ചറിയാനും ഓല പരിശോധിക്കാനും ഓല നിരീക്ഷിക്കാനൊക്കെ ആരാപ്പോൾ ഇവരെ ഏർപ്പാട് ചെയ്തത്? ഇതൊക്കെയാണ് പറയുന്നത്. നോക്കൂ നിങ്ങളൊരു ദൈവത്തിൻ്റെ നിലവാരം. മക്കയിലുണ്ടായിരുന്ന ആ മനുഷ്യന്മാർ ഈ മുഹമ്മദിനെയും മുഹമ്മദിൻ്റെ കൂടെയുള്ളവരെയും കളിയാക്കി ഗോഷ്ടി കാണിച്ചു, അവർ വീട്ടിൽ പോയിട്ട് ചിരിച്ചു, വീട്ടിൽ പോയിട്ട് ഇവരെ പറ്റി കുറ്റം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, നിങ്ങളപ്പോൾ ഞങ്ങളെ കുറ്റം നോക്കാൻ നിങ്ങളാരെങ്കിലും ഏൽപ്പിച്ചോ എന്ന്. ഇതൊക്കെ വളരെ ബാലിശം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ്
പ്രപഞ്ച സൃഷ്ടാവായൊരു ദൈവം ആകാശത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് എഴുതി വെച്ചിട്ട് ജിബ്രീലിൻ്റെ അടുത്ത് കൊടുത്തയച്ച സാധനമാണ് ഇപ്പോൾ ഇതൊക്കെ. സത്യവിശ്വാസികളുടെ മേൽനോട്ടം വഹിക്കുന്നവരായി അവർ അയക്കപ്പെട്ടിട്ടില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ഇനി എന്താ പറയുന്നത്? എന്നാൽ അന്ന് സത്യവിശ്വാസികൾ സത്യനിഷേധികളെക്കുറിച്ച് ചിരിക്കുന്നതാണ്. ഇതിനൊക്കെ പകരമുള്ള ചിരി ഞങ്ങൾ അവിടുന്ന് ചിരിക്കും. പരലോകത്ത് നിങ്ങളെ നരകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നരകത്ത് കിടക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ നോക്കിയിട്ട് കൈകൊട്ടി ചിരിക്കും, കളിയാക്കി ചിരിക്കും. പകരം ഇവിടെ നിങ്ങൾ ഞങ്ങളെ നോക്കി ചിരിക്കുകയും കണ്ണ് ഗോഷ്ടി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിനൊക്കെ പകരം ഞങ്ങൾ പരലോകത്ത് നിങ്ങൾ നരകത്തിലും ഞങ്ങൾ സ്വർഗത്തിലും കിടക്കുമ്പോൾ പകരം കാണിക്കും എന്നാണ്. അപ്പോൾ സ്വർഗത്തിൽ ചെന്നാലും ഈ കുശുമ്പ് വിടാനായിട്ടില്ല. സ്വർഗത്തിൽ ചെന്നാലും തൻ്റെ എതിരാളികളെ കൊഞ്ഞനം കാട്ടാനും അവരെ കളിയാക്കി ചിരിക്കാനും കാത്തിരിക്കുകയാണ് മുഹമ്മദ്. അപ്പോൾ മുഹമ്മദിൻ്റെ സ്വർഗം എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട സ്വർഗമാണ്. അവിടെ പോലും ഒരു മനുഷ്യന് വിശാല മനസ്കതയുള്ള മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, എതിരാളികളെ പോലും സ്നേഹത്തോടെ നോക്കി കാണുന്ന, അല്ലെങ്കിൽ നരകത്തിൽ കിടക്കുന്നവരോട് സഹതാപം തോന്നുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടല്ല ഈ സ്വർഗത്തിൽ പോലും മുഹമ്മദിൻ്റെ അനുയായികൾ എത്തുന്നത്. അവിടെ ചെന്നാലും ഇവിടുന്ന് കിട്ടിയതിനൊക്കെ പകരം വീട്ടണം എന്നുള്ള ആ ദുഷ്ട മനസ്സുമായിട്ടാണ് അവിടെ ചെന്ന് കയറുന്നത്. എന്നിട്ട് കൊഞ്ഞനം കാട്ടാനും കളിയാക്കി ചിരിക്കാനും കാത്തിരിക്കുകയാണ്. ഇവിടുന്ന് കിട്ടിയ പരിഹാസങ്ങൾക്കൊക്കെ പകരം അവിടുന്ന് അങ്ങോട്ട് പരിഹസിക്കുമെന്നൊക്കെയാണ്. ഇതൊക്കെ തലക്ക് വെളിവുള്ള ഒരു ദൈവം പറയുമോ? സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. സാമാന്യ മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് സ്വർഗത്തിൽ പോയാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? 35 അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കിക്കാണും. ഇതന്നെയാണ് ഇപ്പോൾ നേരത്തെയും പറഞ്ഞത്, പിന്നെ അതന്നെ പറയുന്നത്. 36 സത്യനിഷേധികൾക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പ്രതിഫലം നൽകപ്പെട്ടുവോ? എന്തിനാണ് ഇവിടെ ചോദ്യരൂപത്തിൽ ഇത് പറഞ്ഞതെന്നറിയില്ല. കിട്ടുന്ന ഉറപ്പായിട്ടാണ് പറഞ്ഞാൽ പോരെ. സത്യനിഷേധികൾക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പ്രതിഫലം നൽകപ്പെട്ടുവോ? ഇവിടെ പ്രതിഫലം നൽകപ്പെട്ടുവോ എന്ന് ചോദിക്കുന്നത് ഇവിടെ ഏതായാലും അവർക്കൊന്നും കിട്ടിയിട്ടില്ല, അവിടെ കിട്ടുമെന്നായിരുന്നു. പക്ഷേ മുഹമ്മദ് ഇതൊക്കെ പറഞ്ഞിട്ട് പ്രതിഫലം ഇവിടുന്ന് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മദീനയിലേക്ക് പോകുന്നത്. ഈ അധ്യായം ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് മുഹമ്മദ് മദീനയിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ പറയുന്നു എന്നതാണ് ചർച്ച ചെയ്യാനുള്ളത്. ഖുർആനിൻ്റെ ഏതാണ്ട് 3/4 ഭാഗവും ഇവിടെ അവസാനിച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങളാണ് മദീനയിൽ വെച്ചിട്ട് പറയുന്നത്. പക്ഷേ മദീനയിൽ പറഞ്ഞ കാര്യങ്ങളും മക്കയിൽ പറഞ്ഞ പയ്യാരങ്ങളും തമ്മിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പയ്യാരങ്ങളൊന്നും അവിടെ ആവർത്തിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ആവർത്തനങ്ങളും വരുന്നുണ്ട്. കൂടെ ഒരു ഗോത്രത്തെ മുഹമ്മദ് സ്വന്തം നിയന്ത്രണത്തിൽ വരുത്തിയ ഒരു ഗോത്രത്തെ എങ്ങനെയാണ് മുഹമ്മദ് കൈകാര്യം ചെയ്തിരുന്നത്, അത് എത്രമാത്രം പ്രാകൃതവും കാലഹരണപ്പെട്ടതുമാണ് എന്നൊക്കെ നമുക്ക് ഇനി മദീന സൂക്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചർച്ച ചെയ്യാൻ കഴിയും. ഏതായാലും നമ്മുടെ ഖുർആൻ പഠന ക്ലാസ്സുകളുടെ ഒരു ആദ്യത്തെ ഫേസ്, ആദ്യത്തെ ഘട്ടം ഇവിടെ അവസാനിക്കുകയാണ്. മക്ക സൂറത്തുകൾ ഇവിടെ അവസാനിക്കുകയാണ്. മക്ക സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിന് മുമ്പ് അവതരിച്ചിട്ടുള്ള സൂറത്തുകൾ എന്നാണ് അർത്ഥം. പക്ഷേ അതിനകത്തും മദീനയിൽ അവതരിച്ച നിരവധി വാക്യങ്ങൾ ഇടകലർന്നു പോയിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മദീന സൂക്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിജ്റയ്ക്ക് ശേഷം വന്നിട്ടുള്ള സൂക്തങ്ങൾ എന്ന് മാത്രമാണ് അർത്ഥം. അതിൽ മക്കയിൽ വെച്ച് അവതരിച്ച അധ്യായങ്ങളും മക്കയിൽ വെച്ച് അവതരിച്ച സൂക്തങ്ങളും ഒക്കെ വരുന്നുണ്ട്. അത് മക്ക എന്ന സ്ഥലവും മദീന എന്ന സ്ഥലവുമല്ല ഇവിടെ മക്കി മദനി എന്ന് പറഞ്ഞുകൊണ്ട് വേർതിരിച്ചിട്ടുള്ളത്. മറിച്ച് മക്കയിൽ ജീവിച്ചിരുന്ന 13 കൊല്ലം അവതരിച്ചതാണ് മക്കി സൂറത്തുകൾ. മദീനയിലേക്ക് പോയതിന് ശേഷം ഉള്ള 10 വർഷക്കാലം അവതരിച്ചതാണ് മദനി സൂറത്തുകൾ. അതല്ലാതെ അവിടെ മദീന മക്ക എന്ന സ്ഥലത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നുണ്ട്. സൂറത്തുകളും ആയത്തുകളും തന്നെ പരസ്പരം കൂടിക്കലരുന്നുണ്ട്. കാരണം ഇത് ക്രോഡീകരിച്ചത് ഇത് അവതരിപ്പിച്ച ക്രമത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനദണ്ഡം അനുസരിച്ചോ ഒന്നുമല്ല. ഈ അധ്യായങ്ങളൊക്കെ മുഹമ്മദ് ക്രമീകരിച്ചു കൊടുത്തു എന്നൊക്കെ ഹദീസുകളിൽ പറയുന്നുണ്ടെങ്കിലും അതൊട്ടും വിശ്വസനീയമല്ല. മുഹമ്മദ് അങ്ങനെ സൂറത്തുകളായിട്ടൊന്നും ഇത് ക്രമീകരിച്ചിട്ടില്ല. കൃത്യമായിട്ട് ഇതൊന്നും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതൊരു പുസ്തകമാക്കി ക്രമീകരിക്കണമെന്ന് മുഹമ്മദ് ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങുമെന്ന കാര്യം മുഹമ്മദ് മരിക്കോളം അറിഞ്ഞിട്ടുമില്ല. വാസ്തവത്തിൽ ഖുർആൻ എന്ന പുസ്തകം കണ്ടിട്ട് പോലുമില്ലാത്ത ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി എന്ന കോമഡി കൂടി നമ്മൾ ആലോചിക്കണം. മുഹമ്മദ് അറിഞ്ഞിട്ടും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത, മുഹമ്മദ് പരിശോധിച്ചിട്ടില്ലാത്ത മുഹമ്മദിൻ്റെ പുസ്തകമാണ് ഖുർആൻ.
എന്തായാലും അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. മദീന സൂറത്തുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് മക്ക സൂറത്തുകളിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ അവലോകനം കൂടി നടത്തി. എൻ്റെ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഒരു അഭിപ്രായങ്ങൾ ആരായുന്നതിന് വേണ്ടി കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഒരു വീഡിയോ കൂടി ഞാനൊരു ആമുഖം എന്ന നിലക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അവലോകനം എന്ന നിലക്കോ അടുത്തതായിട്ട് അവതരിപ്പിക്കാം. ആ വീഡിയോയ്ക്ക് ശേഷം അതിൻ്റെ കമൻറ്റ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഇൻട്രാക്ഷൻ നടത്താം. ഞാൻ മറ്റൊരു കാര്യം കൂടെ ആലോചിക്കുന്നുണ്ട്. ഈ ഖുർആൻ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കളായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളെ നേരിട്ട് ഒരു സ്ഥലത്ത് സംഘടിപ്പിച്ച് നമുക്കൊരു ഇൻട്രാക്ഷൻ പോലെയുള്ള ഒരു പരിപാടി ഒരു ഖുർആൻ ക്ലാസ്സോട് കൂടി നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നടത്തുകയാണെങ്കിൽ എത്ര പേര് അതിൽ പങ്കെടുക്കാൻ ഉണ്ടാകും എന്നതിൻ്റെ ഒരു കണക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുകൂടെ അടുത്ത വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അങ്ങനെ ഒരു പ്രോഗ്രാം കൂടി പ്ലാൻ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.